ഇത് കെ.ജെ. പോൾ മാൻവെട്ടം, എല്ലാവരുടെയും പ്രിയപ്പെട്ട പോളേട്ടൻ. കഴിഞ്ഞ 60 വർഷങ്ങളായി 40 കിലോമീറ്റർ പിന്നിട്ട് കുറുപ്പന്തറ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരൻ. 1967 എറണാകുളത്തെ വിതയത്തിൽ ഒപ്റ്റിക്കൽസിലെ ജീവനക്കാരനായി എത്തിയ ആ 16-കാരന് ഇന്ന് 77 വയസ്സ്. 2 പതിറ്റാണ്ടു നീണ്ട വിതയത്തിൽ ഒപ്റ്റിക്കൽസിലെ സേവനത്തിനു ശേഷം 1988 എറണാകുളത്ത് സ്വന്തമായി പോൾസൺ ഒപ്റ്റിക്കൽസ് തുടങ്ങി. സ്ഥിരം യാത്രക്കാരനായ പോൾ മാൻവെട്ടം നിലവിൽ ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കമ്മിറ്റി മെമ്പറാണ്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷം വിദ്വാൻ കോഴ്സും കഴിഞ്ഞപ്പോൾ നേവിയിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും ടൈഫോയിഡ് ബാധിതനായി കിടപ്പിലായി. അതോടെ നേവിയിലെ ജോലി എന്ന സ്വപ്നം പൊലിഞ്ഞു. ഇന്നും പതിവ് തെറ്റിക്കാതെ കുറുപ്പന്തറ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ കൃത്യസമയത്ത് പോളേട്ടനെത്തും. 2 കൊല്ലം മുൻപ് വിവാഹത്തിൻ്റെ 50ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിച്ച പോളേട്ടൻ്റെ ഭാര്യ റിട്ടയേർഡ് അധ്യാപികയും മുൻ പൊതുപ്രവർത്തകയുമായ അന്നമ്മ. ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്സായ പ്രസന്നയാണ് മകൾ. ആൺമക്കളായ പ്രവീണും പ്രിറ്റോയും കൊച്ചിയിലും കടുത്തുരുത്തിയിലുമായി പോൾസൺ ഒപ്റ്റിക്കൽസ് നടത്തുന്നു. വലിയൊരു സൗഹൃദ വലയത്തിനുടമയായ പോൾ മാൻവെട്ടം 6 പതിറ്റാണ്ടുകൾ താൻ നടത്തിയ ട്രെയിൻ യാത്രകളെക്കുറിച്ചും ട്രെയിനിനോടുള്ള പ്രണയത്തെക്കുറിച്ചും പറയുന്നു. നമസ്കാരം. വളരെ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വം. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ശ്രീ കെ.ജെ. പോൾ മാൻവെട്ടം. കൂടുതൽ പരിചയപ്പെടുത്താം. നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ റെക്കോർഡാണ്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ് അതിനെ. കാരണം 1967 മുതൽ കുറുപ്പന്തറയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു സ്ഥിരം യാത്രക്കാരനാകാൻ എനിക്ക് കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. 1956 ഒക്ടോബർ 16 എറണാകുളം കോട്ടയം മീറ്റർ ഗേജ് പാത ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത വേളയിൽ അന്നേ ദിവസം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് എൻ്റെ ഇച്ഛാച്ചനോടൊപ്പം കൈപിടിച്ച് 4.5 കിലോമീറ്റർ നടന്ന് കുറുപ്പന്തറ റെയിൽവേ ഗേറ്റിനടുത്ത് നിന്ന് ഞാനിതെല്ലാം ആ ട്രെയിനിൻ്റെ വരവും ആ ഉദ്ഘാടനവും കാണുവാൻ സാധിച്ചു. വളരെ മന്ദഗതിയിൽ ഓടിയ ആ ട്രെയിന് നെഹ്റുവും അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെയും കാണുവാൻ കഴിഞ്ഞു. അവരാരെല്ലാമെന്ന് പിന്നീട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അറിവ് കിട്ടി എന്നുള്ളത് മാത്രമാണ്. നെഹ്റു ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അന്ന് കടന്നുപോയ ആ ട്രെയിൻ, അന്നെൻ്റെ ഇച്ചാച്ചൻ പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതും ട്രെയിൻ വന്നാൽ അതിൽ കള്ളന്മാർ ധാരാളമായിട്ട് വരും എന്ന, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കള്ളന്മാർ വരും, അതാണ് ട്രെയിനുള്ള ദോഷം എന്നന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ 67 മുതൽ എറണാകുളത്തേക്ക് ജോലിക്കായി വന്നപ്പോൾ എനിക്ക് അന്ന് 75 പൈസയാണ് കുറുപ്പന്തറയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉള്ള ചാർജ്. കുറുപ്പന്തറയിൽ നിന്ന് ട്രെയിനിൽ. ആ ട്രെയിനിൽ കുറച്ച് ദിവസം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു. അതിനുശേഷം സീസൺ ടിക്കറ്റ് എടുത്തു. 18 രൂപ ആയിരുന്നു. അങ്ങനെ ഇന്നത് 180 രൂപയായിട്ടുണ്ട്. അത്രയായിട്ടുള്ളൂ. ആ ട്രെയിൻ യാത്ര വലിയ അറിവാണ് പകർന്നു തന്നത്. ക്രമേണ ഞങ്ങൾ പിറവത്ത് വന്ന് വെള്ളം അടിക്കും. കോട്ടയത്തു നിന്ന് വെള്ളം അടിച്ച് വരുന്ന ട്രെയിൻ വെള്ളം തീരുമ്പോൾ കൽക്കരി എഞ്ചിൻ പിറവത്തു നിന്ന് വെള്ളം അടിക്കും. അങ്ങനെ എറണാകുളത്തെത്തും. ഈ 60 കിലോമീറ്റർ ദൂരം ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വരുന്നത് അന്ന് 1.5 മണിക്കൂർ എടുത്തിരുന്നു. ഏതായാലും മീറ്റർ ഗേജ് ട്രെയിനിൻ്റെ യാത്രയെപ്പറ്റി ഓർക്കുമ്പോൾ കൽക്കരി തുപ്പുന്ന ആ ട്രെയിനിൻ്റെ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റിലിരുന്നാൽ പുറയിലിരുന്നാൽ വരെ ഷർട്ടെല്ലാം കൽക്കരി വരും. കൽക്കരിയാൽ ധാരാളം കൽക്കരി ചീത്തയാവും. 2 സൈഡിൽ നിന്നും കൽക്കരി തീർച്ചയായിട്ടും അടിക്കും. പിന്നെ കൊട്ടിക്കൊടഞ്ഞൊക്കെ ഇടണം. അന്ന് പ്രതിദിനം ഡ്രസ്സ് മാറും എന്ന് കരുതുന്നില്ല. ഉള്ള ഒരു 2 ദിവസമെങ്കിലും ഉടുപ്പിടും. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ മുഷിയും കൽക്കരി കൊണ്ട്. അത്തരത്തിലുള്ള യാത്ര, മീറ്റർ ഗേജ് യാത്ര. ട്രെയിൻ നിറച്ച ആളുകളില്ല. ഇന്ന് തിങ്ങി നിറഞ്ഞ് കയറാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആളുകളായി. അതെത്രമാത്രമാണെന്നുള്ളത് ഇപ്പം അതെങ്ങനെയാണെന്ന് കാരണമെന്ന് പോലും കൃത്യമറിയത്തില്ല. ബസ് യാത്രയ്ക്ക് പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഈരാറ്റുപേട്ട എറണാകുളം ഒരു ഗോമതി ബസ്സുണ്ട്. BAS, പിന്നെ KMS, എറണാകുളം മുണ്ടക്കയം, വളരെ കുറച്ച് ബസ്സുകളേ ഉള്ളൂ.
ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം 2 ട്രെയിനെ ഞങ്ങളുടെ കുറുപ്പന്തറ, വൈക്കം റോഡ്, ഏറ്റുമാനൂരൊക്കെ നിർത്തുന്ന ട്രെയിനുകളുണ്ട്. ഞങ്ങളിങ്ങനെ ധാരാളമായിട്ട് മുന്നോട്ട് പോയി. യാത്രക്കാർ മുന്നോട്ട് പോയപ്പോൾ 67 കാലഘട്ടത്തിൽ ഞങ്ങളുടെ സീനിയേഴ്സ്, ഒരു സെബാസ്റ്റ്യൻ സാറ്, സെൻറ്റ് പോൾസ് പഠിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ സാറ്, ഒരു ചന്ദ്രശേഖരൻ കോട്ടയം, അങ്ങനെ തുടങ്ങിയ ആളുകൾ കൂടി ഒരു സംഘടന രൂപീകരിച്ചു. കോട്ടയം എറണാകുളം റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. ആ സംഘടനയിൽ ആളുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആലുങ്കൽ വർഗീസ് എന്ന് പറയുന്ന ആളാണ്. കാഞ്ഞിരപ്പള്ളി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. റബ്ബർ ബോർഡിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം എല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചു, മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റത്തോടനുബന്ധിച്ച് ഞാൻ ആ ചാർജ് അദ്ദേഹം എനിക്ക് തന്നു. അങ്ങനെ അന്ന് മുതൽ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് വർഷങ്ങളായിട്ട് തുടരുകയാണ്. 45 വർഷത്തിലധികമായി ഞാൻ സംഘടനയുടെ പ്രസിഡൻ്റാണ്. അതൊരു സംഘടനാ പ്രവർത്തനം അല്ല. ഈ 45 വർഷത്തെ പ്രവർത്തനം, 60 വർഷത്തോളം ഈ ട്രെയിൻ യാത്ര, ഒരുപാട് മുഖങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിലൂടെ. അതിൽ ഓർക്കാൻ മറക്കാത്ത ചില അനുഭവങ്ങളുണ്ടാവും. മറക്കാത്ത ധാരാളം അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, ട്രെയിനിൽ നിന്നും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ മദ്രാസിനും ബാംഗ്ലൂർക്കും ഒക്കെ കയറേണ്ട കുട്ടികളെ, നേഴ്സിംഗ് കുട്ടികൾ ആദ്യം ട്രെയിനിൽ കയറുകയും ചാടി ഇറങ്ങി വീഴുകയും ചെയ്ത് അവരെ എറണാകുളം ജനലാശുപത്രിയിൽ കൊണ്ടുവന്ന സംഭവം. സർവോപരി ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്, ഞങ്ങളുടെ കൂടെ അതിലും ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്നും കയറുന്ന എന്നുള്ള ആളാണ്. അദ്ദേഹം ട്രെയിനിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് അടിയിൽ കൂടെ പോരുന്നുണ്ട്. ഈ ഓവർ ബ്രിഡ്ജ് ഒരെണ്ണേ ഉള്ളു. അതിൽ കയറാതെ ഓഫീസിലെത്താൻ വേണ്ടി ട്രെയിൻ അടിയിലൂടെ കടന്നു വന്നു. ഒരു ദിവസം ഒരു ഗുഡ്സ് എൻജിൻ മുന്നോട്ടെടുക്കുകയും അദ്ദേഹം ട്രെയിനിൻ്റെ അടിയിൽ കൃത്യമായി കമന്ന് കിടന്നതും അത് ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. രക്ഷപ്പെട്ടു. അങ്ങേര് ആ മനുഷ്യൻ എങ്ങനെയോ കിടന്നു, അനങ്ങിയില്ല. ട്രെയിൻ മുഴുവൻ കടന്നു പോയതിന് ശേഷം ഇറങ്ങുകയും RPFൻ്റെ പിടിയിൽപ്പെടാതെ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടുകയും ചെയ്ത ആൾ ഇന്നും അദ്ദേഹത്തിൻ്റെ എന്നെപ്പോലെ തന്നെ കസ്റ്റഡിയാണ്. അദ്ദേഹം എറണാകുളം മെയിൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിരുന്നു. ഈ കാര്യം രസകരമായിട്ട് ഓർക്കുന്നു. അത് രസകരമായിട്ട് ഓർക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഓർക്കാനുള്ളത് ട്രെയിനിലെ ചീട്ടുകളി, റമ്മി, പലതരത്തിലുള്ള കളികളുണ്ട്. അത് രസമായിരുന്നു. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ടീം കൂടിയിരുന്നു. ഇതിന് സമയത്ത് ട്രെയിൻ വരണം. ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ചില ഗുണങ്ങൾ കിട്ടിയത്, ട്രെയിൻ ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കുമായിരുന്നു. അന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു സൗകര്യമില്ല. ടോയ്ലറ്റ്സ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഫുഡ് ഓവർ ബ്രിഡ്ജ് കാര്യമായിട്ടില്ല. പ്ലാറ്റ്ഫോമുകൾ 4 വരെ ഉണ്ടായിരുന്ന പിന്നീട് 5 ഉണ്ടാക്കി 6 ആയി. അത് നിരന്തരമായ അങ്ങനെയുള്ള അവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏരിയ മാനേജറുടെ ഓഫീസ് ഇന്നത്തെ പോലെ സൗകര്യപ്രദമല്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഷെഡിൽ തന്നെ എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പരാതികളുമായിട്ട് ചെല്ലാനായിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ അടുത്ത് എത്താൻ സാധിക്കുമായിരുന്നോ എന്ന് തന്നെ സംശയമുണ്ടായിരുന്നു ആരംഭകാലത്ത്. ഇല്ലൻഡിലൂടെയാണ് ഞങ്ങൾ പരാതികൾ അയച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഇല്ലൻഡിലൂടെ. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ടൈപ്പ് ചെയ്ത് പരാതി അയച്ചു. അങ്ങനെ അത്തരത്തിൽ ഞങ്ങൾ കണ്ടവരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കുമൊക്കെ ഭാഗ്യത്തിന് പരാതികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിൻ സമയത്ത് ഓടിക്കണം, ട്രെയിനുകൾ വേണം, അതായത് അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പാർട്ട്മെൻറ്റ് വേണം, ഇത്തരത്തിലൊക്കെ പറഞ്ഞുള്ള അനുഭവമുണ്ട്. തിക്താനുഭവങ്ങളുടെ പട്ടികയിൽ വണ്ടി ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമായിരുന്നു. അങ്ങനെ 1998 ജൂൺ 10-ാം തീയതി, അന്ന് വേൾഡ് കപ്പ് നടക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം 8 മണിക്ക് പുറപ്പെട്ട ട്രെയിൻ കോട്ടയത്ത് എത്തിയത് ഏതാണ്ട് 5:30-ക്കാണ്. അത്ര ഒരു കാളരാത്രിയായിരുന്നു അത്. അന്ന് മുളന്തുരുത്തിയിൽ വെച്ച് ട്രെയിനുകൾ പിടിച്ചിട്ടതിൻ്റെ പേരിൽ യാത്രക്കാർ കുറച്ച് ബഹളം ഉണ്ടാക്കുകയും അതിൽ പ്രതിഷേധ സൂചകമായി ചില ആളുകൾ സ്വല്പം മുന്നോട്ട് വന്ന് ഒരു ചില്ലുമൊക്കെ പൊട്ടിച്ചു എന്നുള്ളതും പൂച്ചെടികൾ എടുത്ത് വലിച്ചെറിഞ്ഞു എന്നുള്ളതുമൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ സാഹചര്യം അതിൽ അന്ന് സംഘടനയുടെ പ്രസിഡൻ്റ് ആണെങ്കിലും ഇന്ന് ഇതുപോലെ മൊബൈലില്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഏറ്റവും പുറയിലെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ആദ്യ സമയത്ത് ഞങ്ങൾ ഇറങ്ങിച്ചെന്നില്ല. സ്വല്പം ഒച്ചയും ബഹളവും നല്ലപോലെ കേട്ടത്
ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോഴത്തേക്ക് പോലീസൊക്കെ എത്തിയായിരുന്നു. ഏതായാലും ആ പ്രതികളെ അതിലവർ 3-4 പേരെ പിടിച്ചു. അത് ആ ട്രെയിൻ യാത്രക്കാർ പ്രതിഷേധ സൂചകമായിട്ട് പിന്നെയും മുളന്തുരുത്തി കഴിഞ്ഞും വണ്ടി പിടിച്ചു. മുളന്തുരുത്തിയിൽ നിന്ന് വീണ്ടും പോലീസ് വന്നു. അപ്പോഴത്തേക്ക് സമയം ഏതാണ്ട് 3 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പോലീസ് കാഞ്ഞിരമറ്റത്ത് നിന്ന് അത് കയറി വരണമെങ്കിൽ വളരെ വിഷമമുണ്ട്. കാഞ്ഞിരമറ്റത്ത് നിന്ന് പോലീസ് കയറിക്കഴിഞ്ഞാണ് പിന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയത്. ഏതാണ്ട് 5:30 അന്ന് ആ ട്രെയിൻ കോട്ടയത്തെത്തി. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്. അതൊരു വലിയ ഒരു തിക്താനുഭവം. പിന്നെ ഒരു അനുഭവം കൂടെ ഉണ്ട്. ഞങ്ങൾ ട്രെയിൻ ലേറ്റായതിൻ്റെ പേരിൽ തടഞ്ഞതും നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ജനസംഘത്തിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന വാജ്പേയി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിന്ന മദ്രാസ് മെയിൽ ഞങ്ങൾ തടഞ്ഞു. ഞങ്ങളുടെ വണ്ടി ഒട്ടും പോകാതിരുന്നതിൻ്റെ പേരിൽ അന്ന് ഞങ്ങളുടെ പേരിൽ കേസെടുത്തു. പക്ഷേ ആ കേസ് ബഹുമാനപ്പെട്ട അന്ന് ഏറ്റവും വാജ്പേയി ഇടപെട്ട് അവിടെ വെച്ച് തന്നെ ആ കേസ് എടുക്കരുത്, ഞാൻ പാർലമെൻറ്റിൽ ഈ കാര്യം നിങ്ങളുടെ കാര്യം അവതരിപ്പിക്കും എന്ന് പറഞ്ഞും പോലീസുകാരോട് പറഞ്ഞതിൻ്റെ പേരിൽ ആ കേസ് എടുത്തില്ല. ഏതൊക്കെയോ പുതിയ ട്രെയിനുകൾ ട്രെയിനുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1997 ഒരു കഥ ഇനി നല്ല അനുഭവം. 1997 ജനുവരി 3 ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് എറണാകുളം കോട്ടയം കായംകുളം പാത ഇരട്ടിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്തമായ സഹകരണത്തോടെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു. MLA പ്രദേശത്തുള്ള MLA-മാർ MP-മാർ. അങ്ങനെ അന്നത്തെ PJ കുര്യൻ MP ആയിരുന്നു തിരുവല്ലയിൽ നിന്നും അവിടെ അന്ന് എത്തേണ്ടത്. അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് അന്ന് എത്താൻ കഴിഞ്ഞില്ല. അന്ന് ഏറ്റിരുന്നത് KR സരസ്വതിയമ്മ, ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അന്നത്തെ MLA ആയിരുന്ന ശോഭന ജോർജ്. ഇവരുടെ സാന്നിധ്യത്തിലും അവിടുത്തെ തിരുവല്ലയിലെ മുനിസിപ്പൽ മെമ്പേഴ്സിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ 15 പേരുടെ യാത്രാസംഘം അന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഓർക്കേണ്ട ഒത്തിരി പേരുണ്ട്. ശ്രീ PP ജോർജ്, അഡ്വക്കേറ്റ് PP ജോർജ്, അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദിവംഗതനായി. ശ്രീ സക്കറിയാസ്, മലയാള മനോരമയിലെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചൻ, പ്രോവിഡന്റ് ഓഫീസറുള്ള ശശി, മധു, വിജയകുമാർ തുടങ്ങിയവർ. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ ഓർക്കണം. 15 പേരെ ഓർക്കണം. അപ്പം ഒരു 200ഓളം പേർക്ക് റീത്ത് വെച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, 200-ലധികം. ഞാൻ അതിൽ കാരണം ഈ കാലഘട്ടത്തിൽ മരിച്ച എല്ലാവരുടെയും വീടുകളിൽ സഹയാത്രക്കാരും മരിച്ചവരും നമ്മുടെ മരിച്ചവരുടെ വീടുകളിൽ പോയി റീത്ത് വെക്കുക എന്നുള്ളത് ഞാൻ റീത്ത് വെക്കും. ആരെ കിട്ടിയാലും ഇല്ലെങ്കിൽ ഇപ്പോൾ നാളിതുവരെ ആ ചടങ്ങ് ഞാൻ തുടങ്ങും. 200-ലധികം വരും. ഞാൻ അത് വിട്ടുപോയവർ ഒത്തിരിയുണ്ട്. അറിഞ്ഞവരുടെ എല്ലാം വീടുകളിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുന്ന ഒരു ദുഃഖകരമായ അവസരമാണ് ESI ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഒരു 8 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്ന് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീണ് മരിക്കുകയും ഏറ്റുമാനൂർ. അങ്ങനെയുള്ള അനേകം മരണങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. ട്രെയിൻ തടയാതെ തന്നെ തടഞ്ഞെന്നുള്ള കേസുകളുണ്ട്. ഞങ്ങൾ 7 പേരുടെ പേരിൽ കേസെടുത്തിരുന്നു. ഇൻകം ടാക്സ് ഓഫീസർ ആ സുഹൃത്തുക്കളെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ 4 കൊല്ലക്കാലം ആ കേസ് ഇവിടുത്തെ റെയിൽവേ കോർട്ടിലല്ല, ഇവിടുത്തെ നമ്മുടെ സെഷൻ എറണാകുളം കോടതിയിൽ നടത്തി. ഇനി വാഹനപ്രചരണ കാര്യത്തിൽ മാറിപ്പോയെന്ന് സംശയമുണ്ട്. ആ പ്രചരണ ജാഥയിൽ പിന്നെ ഞങ്ങളോട് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA-മാരും സഹകരിച്ചു. മോൻസ് ജോസഫ് ഏറ്റുമാനൂർ മുതൽ അദ്ദേഹം തലയോലപ്പുറം വരെ ഞങ്ങളോടൊപ്പം സഹകരിച്ചു ആ ജാഥയിൽ. കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ, എറണാകുളം മേയറായിരുന്ന സോമസുന്ദര പണിക്കർ അവരുടെ സമാപനം ഇവിടെ എത്തായിരുന്നു. അന്ന് നമ്മുടെ MP അന്ന് മാധവമേനോൻ സാർ, KP മാധവമേനോൻ സാറിൻ്റെ നിര്യാണം മൂലം MP സേവ്യർ അറയ്ക്കലിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വളരെ നല്ല ഒരു പ്രകടനമായി ഞങ്ങളുടെ ഒരു യാത്ര ഇതായിരുന്നു. അതിന് മാത്രമാണ് ഞങ്ങളുടെ സംഘടന ഒരു പിരിവ് നടത്തിയത്. ആ പിരിവിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിച്ചത് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാനായി റിട്ടയർ ചെയ്ത പിറവത്തുള്ള ശ്രീ വിജയൻ സാറായിരുന്നു. അദ്ദേഹം ഇന്നുകൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ ആ കണക്കുകൾ ഞങ്ങൾക്ക് മുഴുവൻ പിരിഞ്ഞു കിട്ടിയില്ല എങ്കിലും അങ്ങനെ ആ സംഭവം അതിന് പിന്നിൽ 1997 ജനുവരി 3 ഞങ്ങൾ ഈ വാഹന പ്രചരണ യാത്ര നടത്തിയത്.
ഈ 97 ജനുവരി 3 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അത് വിജയപ്രദമായി നടന്നു. അതിൻ്റെ അന്നത്തെ ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ ഞങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ല. കാരണം ഇത്രയധികം ഞങ്ങൾ ആരുടെയാണ് ഏറ്റവും ഒരു യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഞങ്ങളുടെ സംഘടനാ കാര്യങ്ങൾ നേടിയെടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ. ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ നിവേദനം ഞങ്ങൾ അന്നത്തെ ഒ രാജഗോപാൽ സാറിനും കൊടുത്തിരുന്നു. അത് 2000 ബംഗാൾ ലക്ഷ്മണെ സഹമന്ത്രിയായിരുന്ന സമയത്ത് എറണാകുളത്ത് എത്തിയപ്പോൾ ഭാഗ്യത്തിന് നേരിട്ട് എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിന് ഇതിൻ്റെ സമ്പൂർണ്ണമായ നിവേദനം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസിൽ പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട്. നിവേദനങ്ങൾ ഞാൻ അനേകം പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് തന്നെ വായിച്ചു നോക്കി അതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ തയ്യാറായ ഒരു മന്ത്രി ബംഗാൾ ലക്ഷ്മണയായിരുന്നു. അല്ല, ഈ ഞാൻ കേട്ടത് വളരെ ഒരുപാട്, അതായത് റെയിൽവേ മന്ത്രിമാരുമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ വളരെയധികം ബന്ധമുണ്ടെന്നാണ്. എന്താണത് വാസ്തവമാണ്? അത് കൃത്യമാണ്. കാരണം ഞാനിപ്പോൾ മന്ത്രിമാരുടെ പേര് പറയുന്നത് ഞാനതങ്ങനെ ഓർക്കാണ്. ഇത് ബംഗാൾ ലക്ഷ്മണയെ ഏറ്റവും ബഹുമാനത്തോടെ ഓർക്കാനൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആദ്യഘട്ടമായി ഞങ്ങൾ പറഞ്ഞത് 114 കിലോമീറ്റർ ദൂരത്തിൽ എൻ്റെ ആദ്യ ഭാഗം എന്നുള്ളതിൽ എറണാകുളം മുളന്തുരുത്തി ആക്കുന്നതിൻ്റെ ആ നിവേദനത്തിൽ അത് പറഞ്ഞിരുന്നു. അദ്ദേഹം ആ കാര്യം വാട്ട് ഈസ് ദ യൂസ്, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് പെട്രോൾ ടാങ്കർ ഉൾപ്പെടെ തൃപ്പൂണിത്തുറയിൽ വണ്ടികൾ വന്ന് നിൽക്കുന്നതുകൊണ്ടും കടന്നു പോകേണ്ടതുകൊണ്ടും ഞങ്ങളുടെ വണ്ടികൾ ചേമ്പങ്കാട്ടിൽ പിടിച്ചിരുന്നു. എറണാകുളത്ത് പോകാൻ പറ്റില്ല. അന്ന് ജനറൽ മാനേജർ, DRM, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അദ്ദേഹത്തോടൊപ്പം സൗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആ ചോദ്യം തിരിച്ച് അവരോട് ചോദിക്കുന്നു, ഈ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിൽ സ്പെഷ്യൽ നോട്ട് എഴുതി. എന്ത് നോട്ട് എഴുതിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒ രാജഗോപാൽ സാറിന് കൊടുത്തു. 2001 അന്ന് സഹമന്ത്രിയായിട്ട് വരാൻ പറ്റിയ രാജഗോപാൽ സാറിന് കോട്ടയം എറണാകുളം ഈ പാത ബഡ്ജറ്റിൽ വന്നു. അതൊരു സഹായകരമായി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും അതാണ് അന്ന് വന്ന നേട്ടം. മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് വൈകുന്നേരം 5 ഇവിടുന്ന് 5:45 കഴിഞ്ഞാൽ വണ്ടിയില്ലായിരുന്നു. കുറുപ്പന്തറയ്ക്കും കോട്ടയത്തിനും പിന്നെ വേണാട് അല്ല 5:45 കഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ലായിരുന്നു വൈകുന്നേരം. ഇതിനിടയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് 5 ഡേ വീക്കാക്കി. അപ്പോൾ അവർക്ക് സമയം ആ 5 മണി എന്നുള്ളതും 5:30-ക്കുള്ളതും ഓടിയെത്താൻ പറ്റാതെ വന്നു. അപ്പോൾ ഒരു ചെറിയ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ പോകണം, സെൻട്രൽ ഗവൺമെൻറ് താമസിച്ചു വരണം. ഇതൊന്നുമല്ലാത്ത ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള ഞാനായതുകൊണ്ട് അവരെന്നോട് ബഹുമാനക്കുറവൊന്നും കാണിച്ചില്ല. ആദ്യമൊക്കെ സംശയം വന്നിരുന്നു. എങ്കിലും കോഫി ബോർഡിൻ്റെ ചെയർമാൻ വരെയായി എത്തിയ ഷാജഹാൻ സാറ് അതിലൊക്കെ ഇടപെടുകയും ഞങ്ങളോട് സഹകരിക്കുകയൊക്കെ ചെയ്തയാളാണ്. അങ്ങനെ ഒരു കാര്യം 1995. എങ്ങനെയാണ് ഈ കുറുപ്പന്തറയ്ക്ക് നിന്ന് എറണാകുളത്തേക്കുള്ള ആദ്യ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ ജോലിക്കാണല്ലോ വന്നത്? ജോലിക്കാണ്. അതിനെക്കുറിച്ചും പിന്നെ ഇപ്പോൾ നിൽക്കുന്നത് ഇതില്ലേ? ആദ്യത്തെ യാത്രയെപ്പറ്റി ഓർക്കുമ്പോഴേ ഞാൻ ആ 75 പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്ന ഒരു പാവം പേടിക്കുന്ന ട്രെയിൻ കണ്ട് പേടിച്ച് വരുന്ന ഒരു ചെറിയ പയ്യൻ, കൊച്ചു സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടി 6 മാസത്തേക്ക് 2 രൂപ സീസണിൽ കുറുപ്പന്തറയിൽ നിന്നും ഏറ്റുമാനൂർക്ക് പോയി. ഒരു മാസത്തേക്ക് 2 രൂപ. ഒരു മാസത്തേക്ക് 2 രൂപ. അത് അങ്ങനെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് എനിക്ക് ട്രെയിനെ പറ്റി വലിയ പരിചയമൊന്നുമില്ല. ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് പലതും പിന്നീട് ട്രെയിനിലെ എക്സ്പീരിയൻസായി. പേടിച്ച് കണ്ടിരുന്ന ട്രെയിൻ നമ്മുടേതുപോലെയായി. അങ്ങനെ ആയി. അത് സന്തോഷത്തോടെയായി. ഇവിടെ വന്നിറങ്ങുമ്പോൾ എറണാകുളത്ത് വന്നിറങ്ങുമ്പം നമുക്ക് കാപ്പി കുടിക്കുന്നതിനും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അങ്ങനെ പോവും. കാപ്പി കുടിക്കാനൊക്കെ ഒത്തിരി പൈസയൊന്നും ഇല്ലല്ലോ. അന്ന് 10 പൈസ പുട്ടിന് അങ്ങനെ ഒരു 30 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ വയറ് നടത്തി കാപ്പി കുടിക്കാം. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയി. അതിനുശേഷം 1900 ഞങ്ങൾക്ക് ട്രെയിൻ വേണമെന്ന് എനിക്ക് ഒത്തിരി തൊഴിലവസരം എറണാകുളത്തുണ്ട്. എല്ലാവർക്കും വരാൻ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഒത്തിരി തൊഴിലവസരം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇതിന് വരാനുള്ള വാഹനമില്ല. അങ്ങനെ വണ്ടി ഈ 15 രൂപ സീസൺ 18 രൂപ സീസൺ ടിക്കറ്റ് മതിയല്ലോ. അപ്പം എനിക്ക് കുറുപ്പന്തറയ്ക്ക് അപ്പുറത്തെ പറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ടല്ല. കുറുപ്പന്തറയിൽ നിന്നുള്ളവർക്ക് വരാം, കടുത്തുരുത്തി എന്നുള്ളവർക്ക് വരാം, വൈക്കൻവഴിയിൽ നിന്ന് വരാം. ഇതെനിക്ക് നല്ല ഉറപ്പാണ്. അതിനുശേഷമാണ് ഏറ്റുമാനൂരും കോട്ടയവും കുമാരനൂരും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. എന്തുവാട്ടെ, അങ്ങനെ ഞങ്ങൾ വന്ന് ട്രെയിൻ വേണമെന്നില്ല. 6 മണിക്ക് എറണാകുളത്ത് നിന്ന് രാത്രി 8 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നവർ ട്രെയിനും രാവിലെ പിന്നെ ഒരു 7 മണിക്കോ 8 മണിക്കോ എറണാകുളത്ത് എത്തുന്നതുമായ ഒരു ട്രെയിൻ വേണമെന്നുള്ള നിവേദനമായിട്ട് നടക്കാൻ തുടങ്ങി. ഒരു 10 കൊല്ലം നിരന്തരമായിട്ട് ഞാൻ പയസ് ജോസഫ് സാറ്
റെയിൽവേയിലുള്ള എല്ലാ മന്ത്രിമാർക്കും നിവേദനമായിട്ട് ആദ്യം ലെറ്റർ ഇല്ലൻ്റിലായിരുന്നു, പിന്നെ അത് ടൈപ്പ് ചെയ്ത് പയ്യായി. അങ്ങനെ എന്നെ സഹായിച്ചിരുന്ന ആ എഴുത്തെഴുതാനല്ല എന്നെ സഹായിച്ചിരുന്നത് റിസർവ് ബാങ്കിലെ അലേഷ് മാത്യു, കെ കുഞ്ഞി സാറ്, സെബാസ്റ്റ്യൻ സാറ്, ഇങ്ങനെയുള്ള എല്ലാവരും ഈ എഴുത്തൊക്കെ എഴുതാനുള്ള ആശയങ്ങളും എല്ലാം എഴുതി ഞങ്ങൾ അങ്ങനെ അയക്കും. അങ്ങനെ അയച്ചു. ഈ നിവേദനമായിട്ട് ഞാൻ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് നിന്ന് ഇത് ഞങ്ങളുടെ ഞാൻ ഇതിനു വേണ്ടി അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പേര് പറയുന്നില്ല. ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇവിടുന്ന് 8 മണിക്ക് ഒരു ട്രെയിനും ഇവിടെ 8 മണിക്ക് രാവിലെ എത്തുന്ന ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. അതെനിക്ക് അന്ന് ഒത്തിരി സങ്കടം വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഏതായാലും നടന്നു തന്നില്ല. പക്ഷേ 1994 ഒരു മാറ്റം വന്നു. രാജൻകുട്ടി സാർ എന്ന് പറയുന്ന ആൾ ഒരു ചീഫ് പാസഞ്ചർ ഓപ്പറേഷൻസ് മാനേജറായി വന്നു. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം വന്നു. രാമസ്വാമി സാറ് നമ്മുടെ DRM ആയിട്ട് വന്നു. ഇങ്ങനെ രമേശ് ചെന്നിത്തല കോട്ടയം MP ആയി. ഈ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോൾ ഈ നിവേദനത്തിൻ്റെ കോപ്പി ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല വഴിയും കൊടുത്തു. വി ആർ സബ്മിറ്റിംഗ് ദിസ് മെമ്മോറാണ്ടം ടു ദി ഹോണറബിൾ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ സബ്മിറ്റിംഗ് ബൈ അവരുടെ ഹോണറബിൾ MP ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെ ഞങ്ങൾ വണ്ടി ചോദിച്ചു. കൊല്ലത്തുനിന്നും കോട്ടയത്തിനുള്ള വണ്ടി ചോദിച്ചു. 1995 ബഡ്ജറ്റിൽ വണ്ടി തന്നു. അങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു. ഒരുപാട് ആദരവ് ഉണ്ടായി. അന്ന് പോളിൻ്റെ വണ്ടി ഒരു ഹീറോ ആയിരുന്നല്ലോ ഇത്. തീർച്ചയായിട്ടും ആർക്കും സ്നേഹക്കുറവില്ലാത്ത ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ യാത്രകൾ മുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് വരുന്നു. ചിലപ്പോൾ അസുഖങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചടങ്ങിന് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്ഥിരം യാത്രക്കാർ വിളിച്ച് ചോദിക്കാറുണ്ടോ? ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനിപ്പോൾ ഈ വണ്ടികൾ എണ്ണം കൂടി ഇപ്പം മാറി കയറാൻ തുടങ്ങി. അതായത് ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഈ മെമൂനോ പാലരുവിക്കോ തന്നെ എറണാകുളത്ത് വരേണ്ട കാര്യമില്ല. എൻ്റെ മോൻ വരുന്നുണ്ട് ഈ കടയിലേക്ക്. അതുകൊണ്ട് കുറുപ്പന്തറയിൽ തന്നെ മോൻ വരും. കുറുപ്പന്തറയിൽ തന്നെ വരുന്നുണ്ട്. അവൻ കാറിലാണ് വരുന്നത്. അപ്പോൾ കാറിൽ വരുമ്പോഴത്തേക്കും ഞാൻ പോരുന്നില്ല. കാറിൽ വന്നാലും തിരിച്ചു പോകുമ്പോഴും ഞാൻ കാറിൽ പോകാറില്ല. രാത്രി 8 മണിക്ക് ശേഷം പോകേണ്ടി വന്നാൽ മാത്രമേ ഞാൻ കാറിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കാറിൽ പോയില്ല കേട്ടോ. അങ്ങനെയാണ്. അതാണ് ആ രീതി. അങ്ങനെ ആ ട്രെയിൻ 1995 ജൂലൈ 1-ാം തീയതി ആ ട്രെയിൻ. അതിന് മുമ്പ് അന്ന് ബഡ്ജറ്റിലാണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ ബഡ്ജറ്റിൽ ഈ ട്രെയിൻ അനുവദിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. യഥാർത്ഥത്തിൽ ഒരു പുത്രനെ കിട്ടുന്ന പോലെയായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ സന്തോഷം. എൻ്റെ ട്രെയിനാൽ യാത്രക്കാർ അന്നത്തെ നല്ല ഷിപ്പ് യാർഡിലേക്ക് ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് വരെ പോളിൻ്റെ ട്രെയിനിൽ നിന്ന് ആ ട്രെയിൻ അവർ പേര് കൊടുത്തു. ശരി. മലയാള പത്രം, ചില പത്രങ്ങളിൽ പോളിൻ്റെ ട്രെയിൻ എന്നും എഴുതിയുണ്ട്. അന്ന് അങ്ങനെ റൈറ്റപ്പിൽ കോളത്തിൽ കൊടുത്തിരുന്നു. എന്തായാലും അത് വളരെ സന്തോഷകരമായിരുന്നു. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല MP എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന പ്രിയപ്പെട്ട രമേശ് മാത്യു സാക്ഷിയാണ്. എന്നെ അന്ന് നമ്മുടെ MP വിളിക്കുകയും അന്ന് കുറച്ചും കൂടി ഇതുണ്ട്. കാരണം ഇന്നത്തേക്കാൾ MP-ക്കും കൊണ്ട് റെയിൽവേ ജനറൽ മാനേജറൊക്കെയുള്ള വേദിയിൽ വിളിക്കുകയും ഒരു ട്രെയിന് കുറുപ്പന്തറ അന്ന് സ്റ്റോപ്പില്ല, പുഷ്പുള്ള് ഇതെല്ലാം പറഞ്ഞ ട്രെയിൻ ഞങ്ങൾക്ക് സ്റ്റോപ്പില്ലാതെ പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഏതായാലും കോട്ടയത്ത് വെച്ച് അതിന്ന് ഓർക്കുന്നതിൽ എൻ്റെ ഈ വാക്ക് കൂടാതെ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ശ്രീ രമേശ് മാത്യു മാത്രമാണ്. അദ്ദേഹം അത് ഇന്നും ഓർക്കുന്നുണ്ട്. 3 ദിവസത്തിനകത്ത് കുറുപ്പന്തറ നിർത്തും എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കൃത്യമാവുകയും ചെയ്തു. അതെ. ഇപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽസ് ആണ്, എറണാകുളത്തെ ഒപ്റ്റിക്കൽസ് ആണ് ഈ ഷോപ്പിലേക്കാണ് സാർ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് വേണമെങ്കിൽ എറണാകുളത്തൊരു വീട് വയ്ക്കാനോ വാങ്ങിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്താണ് വീണ്ടും ഈ 10-40 കിലോമീറ്റർ പിന്നിട്ട് 80 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 80 കിലോമീറ്റർ ആയി. 80 കിലോമീറ്റർ പിന്നിട്ട് എന്നും പോകേണ്ട ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ അത് ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ ട്രെയിൻ യാത്രയുടെയും ഈ ട്രെയിനിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി ഞാൻ അഡിക്റ്റ് ആയതുകൊണ്ടാണ് സത്യത്തിൽ. സാധാരണ പലരും ഈ കലയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ ജീവിതം ഇതേപോലെ കളയുന്നവർ. പക്ഷേ ഇത് പിന്നെ പോളയുടെ പ്രത്യേകിച്ച് ട്രെയിനിനോടുള്ളൊരു യാത്ര, ട്രെയിനിനോടുള്ളൊരു ഇഷ്ടം ഒരു വ്യത്യസ്തം. അത് അങ്ങനെ. കാരണം 230 രൂപയ്ക്ക് കാക്കനാട് കിട്ടുന്ന സ്ഥലം അറിഞ്ഞിട്ട് പോലും ഞാൻ 1 സെൻറ്റ് സ്ഥലം എറണാകുളത്ത് വാങ്ങിക്കാതിരുന്നത് എൻ്റെ
അറിയപ്പെടുന്ന ഒരു മണ്ടത്തരമായി എന്ന് പറയും. പക്ഷേ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ ആ തരത്തിൽ എന്നെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ ട്രെയിൻ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു പിന്നെ ആനന്ദമെന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടി സൗകര്യത്തിനായി വണ്ടികൾ തന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചോളം ഒരു കാലത്തും എനിക്ക് അധികം പരാതികളില്ല. 2 മണിക്കൂർ വരുമ്പം അത് വണ്ടി ലേറ്റായി അതിൻ്റെ കാരണവും പ്രത്യേകിച്ച് കാരണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ നിങ്ങൾ അവരുടെ ധിക്കാരമോ അവരുടെ തോന്നിവാസമോ ഒന്നും ഞാൻ റെയിൽവേയോട് പറയാറില്ല. അത് തന്നെ ഏറ്റവും മിതമായ സാറേ ഒന്ന് സഹായിക്കണം. അങ്ങനെ ഞാൻ പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ. അടുത്ത കാലത്ത് 20 കൊല്ലങ്ങളായില്ല ശ്രീ അഗർവാൾ സാറ് DRM ആയിരുന്ന അദ്ദേഹം ഈ 12 കമ്പാർട്ട്മെൻറ്റുകൾ ഞങ്ങളോടൊപ്പം ചാടിക്കയറി കോട്ടയം മുതൽ ഓണാഘോഷത്തോടുകൂടി അദ്ദേഹത്തെ എല്ലാ കമ്പാർട്ട്മെൻറ്റിനും സ്വീകരിച്ച് ഞങ്ങൾ എറണാകുളത്ത് വീണ്ടും അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. സ്വീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണാഘോഷം എന്താണ്, യാത്രക്കാരെന്താണ് എന്ന് ഒരു റെയിൽവേ ടീമിന് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരുവനന്തപുരത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും ആ കമ്പാർട്ട്മെൻറ്റ് ചാടിക്കയറാൻ ഈ ബഹുമാനപ്പെട്ട രാജേഷ് അഗർവാൾ സാർ മാത്രം ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അന്ന് കയറിയ ചിലരുണ്ട്. എന്നാലും അദ്ദേഹം ഒരു DRM അങ്ങനെ ഒരിക്കലും അന്ന് ഞാനും പിന്നെ എനിക്കും ചാടി കയറാൻ പറ്റി. ഇന്ന് എനിക്ക് ചാടി കയറാൻ പറ്റിയില്ല. അങ്ങനെ കയറി വന്നതും ഞങ്ങളോടുകൂടി അന്നത്തെ ആ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ശ്രീ രമേശ് മാത്യു കൂടാതെ ചെറിയാൻ വർഗീസ് എന്ന് പറയുന്ന SBIയിലെ അദ്ദേഹം എല്ലാ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആ ആളുകളെ വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം ഉണ്ടായി. അദ്ദേഹം 1-2 കമ്പാർട്ട്മെൻറ്റുകൾ സ്വീകരണത്തിന് ചെറിയ മൈക്കിലൂടെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയാൻ വർഗീസ് സാർ ആ മൈക്ക് വാങ്ങിച്ച് എല്ലാ സ്ഥലത്തും DRMനെ എല്ലാവരും എണീക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹവും ഞങ്ങളോടൊപ്പം ചാടി വന്ന് പറഞ്ഞതും എല്ലാം വളരെ സന്തോഷകരവും ആകർഷണീയമായിരുന്നു. ഇന്നും രാജേഷ് അഗർവാൾ സാറും രാമസ്വാമി സാറ് അതിനു മുമ്പെയാണ് അദ്ദേഹം മരിച്ചുപോയി. പല പ്രാവശ്യം കാണുന്നുണ്ട്. ശേഷം വന്നിട്ടുള്ള എല്ലാ ഡിവിഷണൽ റെയിൽവേ മാനേജർമാരും ആയിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുകയും പേഴ്സണൽ നമ്പർ വാങ്ങിച്ച് ഇപ്പോഴും ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് വേറെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം, രാജേഷ് അഗർവാൾ സാറ് നമ്മുടെ റെയിൽവേ വികസനത്തിന് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ അടുത്ത് തന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം എത്തും. അദ്ദേഹം വളരെ ഉന്നത സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ റെയിൽവേ വികസനത്തിന് വേണ്ടി വീണ്ടും പലതും പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ അതിനുശേഷം വന്ന എല്ലാവരുടെയും പേര് പറയാതെ ഒരു നല്ല ശതമാനം ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. ട്രെയിൻ അപകടം എവിടെയുണ്ടായാലും നമ്മുടെ ഷൊർണൂർ യാത്രയിൽ ആ കുട്ടിയുടെ ICUവിലായിരുന്നപ്പോൾ പുറത്തു നിന്ന് തൃശ്ശൂർക്ക് പോവുകയും ഈ ഞാൻ പോയി പുറത്തു നിന്നാണെങ്കിലും കാണുകയും അന്ന് തൃശ്ശൂർ മേയറായിരുന്ന പ്രൊഫസർ ബിന്ദു അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏരിയ മാനേജരായിരുന്ന ശ്രീ ജോർജ് ജോൺ സാർ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അന്ന് മൊബൈലൊന്നും കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് പകർത്തിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ പോയി സഹോദരനെയും അമ്മയെയും കണ്ടു. അപകടങ്ങൾ എവിടെ നടന്നാലും, അങ്കമാലിയിൽ നടന്നപ്പോഴും. അപ്പോൾ ഈ പെരുമൺ ദുരന്തത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ കാണുമല്ലോ. പെരുമൺ ദുരന്തത്തെ പറ്റിയ ഓർമ്മകളുണ്ട്. പക്ഷേ അന്ന് ആ പെരുമൺ ദുരന്തത്തിന് കൊല്ലത്ത് പോകുന്നത്. ഇന്നാണ് ഞാൻ അവിടെയൊക്കെ എത്തിയിരിക്കും. കേരളത്തിൽ അപകടമുണ്ടായ കടലുണ്ടി ആയാലും എവിടെയായാലും ഞാൻ പോകുന്നുണ്ട്. ഇന്ന് പെരുമൺ ദുരന്തത്തിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ ജോലിയിലും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയം വരുമാനവും തുച്ഛമായ വരുമാനമാണ്. നമ്മൾ അങ്ങനെ അതിനകത്ത് ആ അപകടത്തെ പറ്റിയുള്ള ആ ഭീകര ഇതല്ലാതെ റിസൾട്ട് വന്നപ്പോഴൊക്കെ എനിക്ക് തോന്നി ഇതെന്നാ ഈ റിപ്പോർട്ടിൽ നിന്നൊക്കെ തോന്നി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അത് കൂടുതൽ പറയാൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇതെന്താ റിപ്പോർട്ടെന്ന് തോന്നി. അങ്ങനെയൊക്കെ തോന്നിയെന്നേ ഉള്ളൂ. വിരോധമൊന്നും തോന്നിയില്ല. കാരണം ഇതൊക്കെ പണ്ഡിതന്മാരിൽ എഴുതണമെന്ന് ഞാനത് സമ്മതിച്ച് കൊടുക്കാറ്റാണ്. എങ്ങനെയാണ് ഇപ്പോൾ വയസ്സ് എത്ര? 78 ഇപ്പോൾ 77 വയസ്സ്. ഈ 77-ാം വയസ്സിലും രാവിലെ ഒരു ദിനചര്യയുണ്ട്. രാവിലെ വരുന്നു, ഒരേ ട്രെയിനിൽ വരുന്നു, എറണാകുളത്ത് ഇറങ്ങുന്നു, ഓട്ടോ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഈ ദിനചര്യ? ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റാൽ രാവിലെ തയ്യാറായി ഈ ട്രെയിന് വേണ്ടി. രാവിലത്തെ ട്രെയിൻ 7:15-നാണ്. ഞാൻ ഇപ്പോഴത്തെ കാര്യമൊന്ന് പറഞ്ഞു പോയതാണ്. ആ ട്രെയിനിൻ്റെ കാലത്ത് അന്ന് ഞങ്ങൾ നടന്നു തന്നെയാണ് വന്നിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് വാഹനം ഒന്നും ഓടിക്കില്ല. സ്കൂട്ടറിൻ്റെ പുറയിൽ ഇപ്പോഴും അറിയില്ല വാഹനം ഓടിക്കാൻ. ഇപ്പം എന്നെ വണ്ടിയെ കൊണ്ട് വിടും, കാറെ കൊണ്ട് വിടും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരും. അന്ന് ഓട്ടോറിക്ഷ ഇല്ല, ഓട്ടോറിക്ഷ ഉണ്ടെങ്കിലും പൈസയില്ല. അതങ്ങനെ. അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വരും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ കറക്റ്റ് ട്രെയിൻ ഓടിയെത്തും. പിന്നെ ഞങ്ങൾ ട്രെയിൻ കാത്തു നിൽക്കുന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ ലേറ്റൊന്നും ആയില്ല.
വരും. ഇപ്പം ഞാൻ കൃത്യമായിട്ട് വന്ന് ഏതെങ്കിലും ട്രെയിൻ വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് തന്നെ ഇവിടെ എത്തും. ഓട്ടോറിക്ഷ വിളിച്ച് വരും, കാപ്പി കുടിക്കും. ഇന്ത്യൻ കോഫി ഹൗസ് ഒരു സ്ഥിരം കാപ്പി കുടിയായിരുന്നു പിന്നെ സൗത്തിലൊക്കെ. അതൊക്കെ കുറേ കാലം അതിനു മുമ്പ് സൗത്തിലൊക്കെ ഒത്തിരി ഹോട്ടലുകളിൽ കയറും, സന്തോഷമായിട്ട് വരും. ഇവിടെ വന്ന് 67 മുതൽ വരുമ്പോൾ നല്ല അനുഭവങ്ങൾ, ട്രെയിനിൻ്റെ അനുഭവങ്ങളോടൊപ്പം ഈ ലോക്കൽ അനുഭവങ്ങൾ പറഞ്ഞാൽ ഭയങ്കര അനുഭവമാണ്. പ്രത്യേകിച്ച് CPI, CPM, കോൺഗ്രസ് ഈ 3 ഓഫീസുകളും ഏതാണ്ട് വളരെ അടുത്താണ്. അതുകൊണ്ട് ഈ 3 ഓഫീസുകളിലെയും ആളുകളെയും നേതാക്കന്മാരെയും ഞങ്ങൾക്ക് ഒത്തിരി അറിയാം. ലോ കോളേജിൽ പഠിച്ചവരെ എല്ലാവരും, എറണാകുളം ലോ കോളേജിൽ പഠിച്ചു പോയ 67 മുതൽ പഠിച്ച എല്ലാവരും തന്നെ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന പലരും, അതിൽ പ്രമുഖരായ പലരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന CN രാമേന്ദ്രൻ സാറ്, കോട്ടയത്ത് നിന്ന് വരുന്ന വക്കീലന്മാർ, ജഡ്ജിമാർ, എറണാകുളം ലോ കോളേജിൽ പഠിച്ച എല്ലാവരെയും ഞങ്ങളൊരു മുഖപരിചയമുണ്ട്. മറ്റേ കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞാൽ AK ആൻ്റണി, ശ്രീ AK ആൻ്റണി, ശ്രീ വയലാർ രവി, പ്രൊഫസർ എബ്രഹാം കാലായി, ഈ 3 പേര്, രാമൻകുട്ടിയച്ചൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ ഒരാളായിരുന്നു. സൗത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ ലോഡ്ജിൽ, അദ്ദേഹം അവിവാഹിതനായിരുന്നു. എനിക്ക് അതേക്കുറിച്ച് നമുക്ക് പിന്നെ വരാം. കാരണം ഇവിടെ വന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പോയിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്നേ. അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബുക്ക് ഷോപ്പ്, അതൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു അധ്യായം, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അത് നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ ദിനചര്യയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം രാത്രി, ഇവിടെ വന്നതിന് ശേഷം കടയിൽ പിന്നെ ഞാൻ ആദ്യം കുറേ കാലം ജോലി ചെയ്ത് സ്വന്തമായിട്ട് കട തുടങ്ങിയ ശേഷം ഞാൻ ഇതിൽ തന്നെ ഇവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്യും. ഇതിനിടയ്ക്ക് റെയിൽവേയുടെ എന്തെങ്കിലും കാര്യം വന്നാൽ ഞാൻ പൊന്നാടയും വാങ്ങിച്ചു പോകും. അങ്ങനെയാണ് എല്ലാ മന്ത്രിമാർക്കും പൊന്നാടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കാത്ത ഇപ്പോഴത്തെ മന്ത്രിക്ക് കൊടുത്തിട്ടില്ല. അത് എറണാകുളം സൗത്തി കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. കിട്ടിക്കഴിഞ്ഞ് സൗത്തി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. അതെല്ലാവർക്കും ഇതിനുള്ള സാക്ഷ്യം റെയിൽവേയുടെ ഫോട്ടോയിലുണ്ട്. റെയിൽവേ റെക്കോർഡിലുള്ള റെയിൽവേയുടെ വല്ല എന്തെങ്കിലും ആദരം കിട്ടിയിട്ടുണ്ടോ? റെയിൽവേയുടെ ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ആദരവ്. SRRC മീറ്റിങ്ങിൽ പോകുമ്പോൾ അവിടെ മെമ്പർമാരെ എല്ലാം GM ഷാൾ അണിയിച്ച് സ്വീകരിക്കും. അതിപ്പോൾ എനിക്ക് മാത്രം കിട്ടുന്ന ഒരു ആദരവല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു 10 പ്രാവശ്യത്തിലധികം സോണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ഒരു 12 പ്രാവശ്യം എങ്കിലും നമ്മുടെ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ആയിട്ടുണ്ട്. ഇതെല്ലാം ഒരു MPയുടെയോ ഒരു MLAയുടെയോ സഹായത്തിലല്ല, പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നെല്ലാം കടലാസ്, എൻ്റെ എല്ലാം ഇന്നൊന്നും മെയിലല്ല, എപ്പോഴും ലെറ്റർ, എഴുത്തുകുത്താണ്, രജിസ്റ്റേർഡ് ലെറ്ററാണ്. അങ്ങനെ കൊടുത്ത ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ലെറ്ററുകൾ കണ്ടു അവർക്കറിയാം ഇതൊരു രജിസ്റ്റേർഡ് സംഘടനയാണ്. ഞാൻ ന്യായമായ കാര്യങ്ങളെ അതുകൊണ്ട് അവർ അതിൻ്റെ പരിഗണന തരും. അവർ പൂർണ്ണമായിട്ടും പരിഗണന തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ 3 തവണയായിട്ട് ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ ഒരുപാട് വികസനങ്ങൾ റെയിൽവേയിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ അതിന് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ട്രെയിനിലൊരു വൃത്തിയൊക്കെ പോയിട്ട് അറിയാലോ. ഇന്നിപ്പോൾ ട്രെയിനുകൾ വൃത്തിയായിട്ടുണ്ട്. പുതിയ ട്രെയിനുകൾ, വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നോക്കിക്കാണുന്നു? ഇനി വികസനം ഉണ്ടാവും? ഇപ്പോൾ റെയിൽവേയുടെ വികസനം വളരെ എൻ്റെയൊക്കെ സങ്കല്പത്തിന് അതീതമായിട്ടുള്ള വികസനം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെയൊക്കെ കടലാസ് താഴോട്ട് പോയെന്ന് ഇപ്പോൾ എനിക്ക് സംഭവിച്ചത്. കാരണം നമ്മൾ പറയാതെ ട്രെയിനുകൾ, അത്ര അപാരമായ ട്രെയിനുകൾ വരുന്നു. പുതിയ വന്ദേ ഭാരതിനെ കുറിച്ചൊന്നും വന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് ചിന്തിച്ചിരുന്നില്ല. ഈ സ്പീഡ് ട്രെയിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. ഞങ്ങൾ നിർത്തിപ്പോകുന്ന ട്രെയിനെ പറ്റിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പം പിന്നെ മിണ്ടുന്നില്ല. അപ്പം ട്രെയിനിൻ്റെ വികസനം നല്ലതാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നല്ലതാണ്. റെയിൽവേയിൽ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം നല്ലതാണ്. പിന്നെ റിസർവേഷനിലൊക്കെ കാണുന്ന അഴിമതിയെപ്പറ്റി ഓരോ ദിവസം കാണുന്നത് റെയിൽവേക്കാർ മാത്രമല്ല, മറ്റ് പുറത്തുനിന്നുള്ള ആളുകൾ ചെയ്യുന്നതിനെ ശക്തമായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്ററിൻ്റെ എല്ലാ കാലം ഞാൻ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി, ഒരു റെയിൽവേ മിനിസ്റ്ററെയും കുറ്റപ്പെടുത്താൻ നാളിതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരുന്നില്ല. ഒരു കാലത്ത് പറയും ആ ആൾ ചെയ്ത ഭരണം നല്ലതായിരുന്നു, ലാഭമായിരുന്നു, അന്ന് നമ്മളങ്ങ് വിശ്വസിച്ചു. ഇപ്പോഴും ലാഭമാണേലും നഷ്ടമാണേലും വികസനം അപാരമാണ്. പ്രത്യേകിച്ച് ഇത്ര കോടി രൂപ, 240 കോടി, 220 കോടി നോർത്ത്, സൗത്ത്, തൃശ്ശൂർ, കൊല്ലം, ഇത്ര ഇങ്ങനെ കോടിക്കണക്കിന് രൂപയും എല്ലാ സ്റ്റേഷനുകളും രാജകീയമാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പം ഇത്രയധികം പണമുണ്ടോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും വികസനം നടക്കുന്നുണ്ട്. വികസനം മാത്രമേ ഉള്ളൂ, നല്ല ഗ്രാൻഡാണ്. അപ്പം വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. എന്താണ് ഒരു സങ്കടം എന്ന് വെച്ചാൽ റെയിൽവേയുടെ ഇന്നത്തെ വികസനത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള ആളുകളുടെ ക്യൂ
ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം, ഓൺലൈൻ ടിക്കറ്റ് സംവിധാനമുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഇതിനുള്ള കഴിവ് കുറവെന്ന് വിചാരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി തിരക്ക് കാണുന്ന യുവതികളും യുവാക്കന്മാരും എല്ലാം അവിടെ ക്യൂ ഉണ്ട്. ഞാൻ 2-3 ഫോട്ടോ എടുത്ത് ഈ അടുത്ത കാലത്തും വെച്ചിട്ടുണ്ട്. കൗണ്ടറുകൾ കുറയ്ക്കുകയാണ്. ഞാൻ ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ് റെയിൽവേക്കാർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് റെയിൽവേക്കാർ തന്നെ പറഞ്ഞിട്ട് കൗണ്ടറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി 12-14 കൗണ്ടർ എറണാകുളം സൗത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിന്ദാബാദ് വിളിച്ച ആളാണ് ഇപ്പോൾ. ഇന്ന് കൗണ്ടറുകൾ ക്ലോസ് ചെയ്യുകയാണ്. മന്ത്രി ഭയങ്കര വികസനമാണ്, പക്ഷേ ഇതെനിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ഞാൻ പിന്നെ അതിനെയും തരം താഴ്ത്തി കാണുന്നില്ല. പുസ്തകം ഭാരം കൂടുതലാണെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ പുസ്തകം ഭാരം കൂടുതലാണെന്ന് പറഞ്ഞ് ആക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പം അതെ അതെ, അതായത് പുസ്തകക്കെട്ട് ഞാൻ ഈ കൊച്ചു മൂക്കട പുസ്തകക്കെട്ട് കണ്ടപ്പോൾ തോന്നി ദൈവമേ ഇവരെങ്ങനെ ചുമന്നുകൊണ്ട് പോയി, ഇത് എവിടെ വെക്കും, അലമാരി വെക്കാൻ കൊള്ളുന്നില്ല. അപ്പം പഠനം നല്ലതാണ്. എന്തായാലും ഈ റെയിൽവേ ടിക്കറ്റിൻ്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി റെയിൽവേ പെർഫെക്റ്റ് ആണ്. ബാക്കി പെർഫെക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കും, അതായത് US പോലെയും ജപ്പാനൊക്കെ പോലെയും കിടപിടിക്കുമായിരിക്കും. അല്ല 5 മാസം അല്ല, നമ്മൾ ആയിക്കഴിഞ്ഞു. നമ്മൾ ഇപ്പം ലോകത്തിൽ തന്നെ 2ാം സ്ഥാനം എടുത്തു റെയിൽവേയുടെ കാര്യത്തിലല്ലേ. റെയിൽവേയുടെ കാര്യത്തിൽ അത് കാര്യത്തിലൊക്കെ നമ്മൾ അമേരിക്കയിൽ പോലും ടിക്കറ്റ് കൗണ്ടറിൽ എടുക്കുന്നതാണ് ഞാൻ കണ്ടേ. ഇത് ഓൺലൈനായിട്ടുണ്ട്. ഓൺലൈനിലായിരുന്നു. അമേരിക്കയിലായിരുന്നു. 2019 ഞാൻ അമേരിക്ക പോയപ്പോൾ കണ്ടത് ഞങ്ങൾ ക്യൂ ഇല്ല, പക്ഷെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് മാത്രം അങ്ങനെ മാറ്റം കണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാനിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓട്ടോറിക്ഷ ഡ്രൈവറോട് വളരെ സൗഹൃദത്തിൽ സംസാരിക്കുന്നു. അതുപോലെ ഒരുപാട് പേര് വിഷ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു ഇത്? ഞാൻ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രവർത്തനം ഞാനൊരു ലാഭേച്ഛയില്ലാതെ തന്നെയാണ്. ഇനി കണ്ണടയ്ക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഒരു ഒറ്റ കാര്യം വേണേൽ ഇയാൾ കച്ചവടത്തിന് വേണ്ടിയാണെന്ന് എന്നെ ആരെങ്കിലും സംശയിച്ചാൽ ഇവിടെ വരുമ്പം ഞാൻ അവർക്ക് ലാഭകരമായിട്ടും പരമാവധി കുറച്ച് കൊടുക്കുന്നത്. അപ്പം ബിസിനസ് എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം ബന്ധങ്ങളും സാധാരണക്കാരന് വേണ്ടി ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ഇതാണ്, സാധാരണക്കാരൻ്റെ എവിടെ പ്രശ്നം വന്നാലും ഞാൻ കയറി ഇടപെടും. അത് എനിക്ക് കുത്ത് കിട്ടിയാല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ഇടപെടും. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മധ്യപ്രദേശിന് കളിക്കാൻ പോയ പിള്ളേർക്ക് മടങ്ങി വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ ചാനലുകാരും എല്ലാവരും കൂടിയ ഒരു സന്ദർഭം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ടായി. ഞാൻ അവരുടെ അമ്മമാരോട് ചോദിച്ചു എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ഇവർ ചാനൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ പരാതി പറയാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല പരാതി പറയേണ്ടതല്ലേ. എൻ്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ റെയിൽവേയിൽ നിന്നല്ല ടിക്കറ്റ് കിട്ടണ്ടേ, നിങ്ങൾക്ക് തരും, നമ്മൾ വിവരം അറിയിക്കുക. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വിവരം അറിയിച്ചു. അവർ ചാനലുകൾ അറിയിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു ആ അമ്മ ഇപ്പോഴും അമ്മയുടെ നമ്പറൊക്കെ അവർ തിരുവനന്തപുരത്ത് കാര്യം പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടികൾ മധ്യപ്രദേശിൻ്റെ ഭാഗത്തേക്ക് പോകാനൊക്കെ ഇന്ത്യൻ റെയിൽവേക്ക് നിസ്സാരമാണ്. ടിക്കറ്റൊക്കെ ശരിയാക്കി. അപ്പോഴേ നമ്മൾ പെട്ടെന്ന് എന്തോ തെറ്റായ ഒരു ചിന്താഗതിയിലുള്ള പ്രതികരണമുണ്ട്. അതാണ് കുറ്റപ്പെടുത്തുന്നതാണ്. അപ്പം റെയിൽവേ കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. ഇത് പറയുമ്പം എന്നോട് ആര് എതിർത്താലും ഒരിക്കൽ ഞാനൊരു ചാനലിൽ അതായത് ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം പ്രമുഖ ചാനലിൽ എല്ലാം പോകും. അപ്പോൾ അതാത് കാലത്തെ കിട്ടുന്നതുകൊണ്ട് ഞാൻ സംതൃപ്തനായിരുന്നു. ഞാൻ സംതൃപ്തിയാണ് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, കുറച്ച് തിക്താനുഭവം എന്ന് പറയാനാണെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ അവരെന്നെ ഒഴിവാക്കി. റെയിൽവേയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് റെയിൽവേ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും രൂപ കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനില്ല, ഇത്രയും സുരക്ഷിതമായ ഒരു യാത്രയില്ല. പിന്നെ മറ്റൊരു അഭിമാനം കൂടിയുണ്ട്, ഞാൻ ദിവസവും വരുന്നത് ഏറ്റവും വില കൂടിയ ഒരു വാഹനത്തിലാണല്ലോ. അതെ, ഇത്രയും വില കൂടിയ വിമാനത്തിനേക്കാളും വില കൂടിയ വാഹനം, ഇത്രയും വില കൂടിയ വാഹനമില്ല. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനം ഞാൻ വരുന്ന വാഹനം കോടി വിലയുള്ളതാണ്. അത് മാത്രം ഒരു വലിയ അഭിമാനമാണ്. ആ അഭിമാനമൊക്കെ വന്ന അടുത്ത കാലത്താണ് കേട്ടോ. ഓട്ടോറിക്ഷയിലും സൈക്കിളിലും ഒക്കെ വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ തന്നെ എൻ്റെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. അവർ കാറിൽ വരുന്നു, അവർ ബൈക്കിൽ വരുന്നു. കാറിൽ വരുന്നതിനും ബൈക്കിൽ വരുന്നവരും ഇന്നത്തെ സാഹചര്യം മാറിയല്ലോ. ഇന്നത്തെ സാഹചര്യം ഇന്ന് ഓട്ടോറിക്ഷ വരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് വലിയ കോടികൾ വിലയുള്ള വണ്ടി കൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇട്ടിട്ടാണ് വരുന്നത്.
അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചാരിറ്റി. അതൊക്കെ നടക്കുന്നുണ്ടല്ലേ? അതെ, ചാരിറ്റി നടക്കുന്നതേ. ഞാൻ ഇതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞു വരാഞ്ഞത്, ഞാനൊരു ഈ മിഷൻ പ്രവർത്തനം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ട്രെയിൻ സാധാരണക്കാർക്ക് വേണ്ടി എന്നുള്ളത്. അത് എൻ്റെ ആ ഹൃദയത്തിൽ അതായിരിക്കാം. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇതിലുണ്ട്. അത് എനിക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് കിട്ടിയതാണ്, സഭയിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. ദൈവവിശ്വാസിയാണ്, പൂർണ്ണമായിട്ട് വിശ്വാസിയാണ്. അയ്യോ, ഭയങ്കരമായിട്ട് വിശ്വാസം. എനിക്ക് ഓരോ ദിവസം പേടിയാണ്. ഞാനിപ്പോൾ എനിക്ക് പോന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ളത്, ഞാൻ വഴക്കുണ്ടാക്കി പോന്നാലും ഭാര്യ അടിക്കും. ഇപ്പം കാരണം അന്നത്തെ കാലത്ത് ഇപ്പോൾ ഉടനെ വിളിക്കും. കാരണം തിരിച്ചെത്തി പറയാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതിനേക്കാളേറെ ദൈവവിശ്വാസമുണ്ട്. ദൈവവിശ്വാസത്തിൻ്റെ ഭാഗത്താണ് ഈ മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് മുതൽ 50 പൈസ, 1 രൂപ, 2 രൂപ എത്രയായാലും സഹായിക്കുന്നതിന് വേണ്ടി ആളുകളെ കൂട്ടും. ഇന്നും അത് വിജയിക്കുന്നുണ്ട്. വരുന്ന മെയ് 30-ന് കേരളത്തിലെ ഒരു നല്ല ഫാദർ ജിജി കുര്യൻ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഘടന കേരളത്തിൽ 350 വീടുകളിൽ വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അദ്ദേഹത്തോടുള്ള ആ റിക്വസ്റ്റ് ജെനുവിനായതുകൊണ്ട് ഒരു വീട് വെച്ച് മെയ് 30 വീട് വെച്ച് താക്കോൽ കൊടുത്തു. ഇനി അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം ഔദ്യോഗികമാണ് മെയ് 30 നടത്തുകയാണ്. അങ്ങനെ വീടുകൾ വെക്കുകയും രോഗികളെ സഹായിക്കാനും പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമല്ലോ. മൊബൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ പേരിൽ പൈസ അയച്ചു കൊടുക്കും. ഞാനൊന്നും എൻ്റെ കയ്യിലായിട്ട് പൈസ വാങ്ങിക്കില്ല, ഒരു കാര്യത്തിലും വാങ്ങിക്കാറില്ല. അതെല്ലാം അല്ലെങ്കിൽ അതിന് പറ്റിയ ജെനുവിൻ. അന്ന് പിരിവ് നടത്തിയപ്പം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ ജനറൽ മാനേജരായിരുന്നെങ്കിൽ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പണം കൊടുക്കണമെങ്കിൽ അവരുടെ കൊടുക്കും, പൊടിപ്പിക്കാൻ പറയും. അതുപോലെ വിവാഹത്തിന്റെ 50ാം വർഷവും വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു കേട്ടു. മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടു. അതും പറയാം. വിവാഹ വാർഷികത്തിന് മോൻ ജോസഫ് അതുപോലെയുള്ളവർ വന്നു. അദ്ദേഹം മന്ത്രിയായി. മോൻ ജോസഫിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. പിന്നെ വൈദികരാണെങ്കിൽ 45 വൈദികരുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ 450ഓളം ആളുകളെ ക്ഷണിക്കാൻ കഴിഞ്ഞു. അതുമെല്ലാം ഒരു ദൈവാനുഗ്രഹമായി വന്നതാണ്. അതൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 40 പേരെ 50 പേരെ വിളിച്ച് അത് 50 പേരെ വിളിച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ച് നടത്തിയതാണ്, അത് തുടങ്ങിയതാണ്. പക്ഷേ അന്നത്തെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഡോക്ടർ സൈറസ് വേലമ്പറമ്പിലച്ചൻ അദ്ദേഹം അതൊന്നും പോരാ, അതിനുവേണ്ടി ഹോള് പറയുന്നു. ഹോള് ബുക്ക് ചെയ്യാൻ എന്നെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കും. അച്ഛൻ ഹോള് നിർബന്ധമായിട്ടും ആ ഹോള് വേണം, പള്ളിയുടെ ഹോള് ബുക്ക് ചെയ്തു. പിന്നെ അങ്ങ് തുടങ്ങി വെച്ച എൻ്റെ മക്കൾ അത് വലുതാക്കി. 40 വൈദികർ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ കാര്യം. 40 വൈദികർ മാത്രം പങ്കെടുത്തു? അല്ല, 40 വൈദികർ മാത്രം പങ്കെടുത്തു. വൈദികർ മാത്രം, രാഷ്ട്രീയക്കാർ, ബന്ധുക്കള്, സുഹൃത്തുക്കള് 450ഓളം പേരെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ മുഴുവൻ പേരും തന്നെ വന്നു. നമ്മുടെ ട്രെയിൻ യാത്രക്കാരിൽ ഒരു കൂട്ടരെ വിളിച്ചുള്ളൂ. കാരണം അത് അധികം വിളിക്കാൻ പറ്റില്ല. വിളിക്കാത്തതുകൊണ്ട് 10-20 പേരെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് അടുത്തുള്ളവരെ മാത്രം വിളിച്ചു. അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് നടത്തിയില്ല. എനിക്ക് വളരെ ബന്ധപ്പെട്ട ഉന്നതരായ വ്യക്തികൾ ഇവിടുന്ന് വരേണ്ടവരുണ്ട്, അവരെയും ഒഴിവാക്കിയത്. അങ്ങനെ അത് നല്ല കുടുംബത്തെ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ കുടുംബം? എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു, ഒരു പഞ്ചായത്ത് മെമ്പറുമായിരുന്നു. പേര് അന്നമ്മ പോള്. കോൺഗ്രസിന്റെ ആളാണ്? കോൺഗ്രസിന്റെ അല്ല, UDFന്റെ ആണ്. UDFന്റെ സ്വതന്ത്ര മെമ്പറായിട്ടാണ് വന്നത്. വലിയ എനിക്കാണ് രാഷ്ട്രീയം കാര്യമായിട്ട് ഒട്ടുമില്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ BJP എന്നെ ഒരിക്കൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ച എന്നെ കൊണ്ടാണ്. ആര് വിളിച്ചത്? നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നു. ഒരു UDFന്റെ സ്വതന്ത്ര മെമ്പറായിരുന്നു. 5 കൊല്ലക്കാലേ ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിലൊരു വലിയ കാര്യമുണ്ട്. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ജനറൽ വാർഡിൽ നിന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കുറുപ്പ് MP-യും അന്നുണ്ടായിരുന്ന ഓരോ കോഴ്സും രണ്ട് രാഷ്ട്രീയക്കാരും ഞങ്ങളോട് പറഞ്ഞു, വൈഫ് നിന്നില്ല, ഒരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞ് റിട്ടയർ ചെയ്തു. അത് പറയണമെന്നില്ല. അതുണ്ട്, അങ്ങനെയുണ്ട്. മൂത്ത മകൻ കടുത്തുരുത്തിയിൽ നല്ല രീതിയിൽ കണ്ണാടിക്കട നടത്തുന്നു. കടുത്തുരുത്തി. രണ്ടാമത്തെ മോൻ ഇന്നിപ്പോൾ ഇവിടെ ഈ കടയിലെ ചാർജ് രണ്ടാമത്തെ മോനാണ്. അവന് ഇത് കണ്ട് എല്ലാ ഒപ്റ്റോമെട്രി നല്ല 2 മക്കളും. 3 മക്കളുണ്ട്. മോള് വൈഫിനെ പോലെ തന്നെ അധ്യാപികയാണ്. അവളിപ്പോൾ ഇലഞ്ഞി സ്കൂളിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലെ ഹെഡ് മിസ്റ്ററാണ്. ഹൈസ്കൂൾ ഹെഡ് മിസ്റ്ററാണ്. അങ്ങനെ പോകുന്നു കുടുംബജീവിതം. ഞങ്ങൾ കൊച്ചുമക്കൾ പിന്നെ എൻ്റെ 2 ആൺപിള്ളേർക്കും 2 1 മൂത്തയാളിന് 2 പെൺപിള്ളേർ,
രണ്ടാമത്തവൻ ഒരു കൊച്ച്. ഒരാൾ +1 പഠിക്കുന്നു, മൂത്തയാളിൻ്റെ +1 കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നഴ്സിങ്ങിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ +1 പ്രവേശിച്ചു. മോൾക്ക് 3 മക്കളുണ്ട്. മൂത്തയാൾ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ ചേർന്നിരിക്കുന്നു. രണ്ടാമത്തെ കാർമൽ വാഴക്കുളത്ത് പഠിക്കുന്നു. സണ്ണിലോ ഷിബു തോമസ് SBIയിലെ ഒരു ചീഫ് മാനേജറായിട്ട് ആണ്. ഇങ്ങനെ പോകുന്നു, സന്തോഷകരമായിട്ട് പോകുന്നു. ഇനി ഒരു നമുക്ക് എന്തായാലും ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു നമുക്ക് സഫലീകരിക്കാൻ പറ്റാത്തൊരാഗ്രഹം. ഇനി എന്താണ് പോളേട്ടൻ്റെ ഒരു ആഗ്രഹം? പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഇനി ഞാൻ വളരെ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം, ഇനി ഇങ്ങനെ ഈ കട, എൻ്റെ തൊട്ടടുത്ത് 2 കടകളും കുഞ്ഞു വലുപ്പത്തിലുള്ളായിരുന്നു. ഈ കട കിട്ടിയതോടുകൂടി എൻ്റെ ആഗ്രഹം സത്യത്തിൽ സബലീകരിച്ചു. പലരും പറയാറുണ്ട്, ഞാൻ വളരെ തീക്ഷ്ണമായിട്ട് എത്ര ആലോചിച്ചിട്ടും പിന്നെ ഇനിയും ആഗ്രഹങ്ങളുണ്ടോ, മരിക്കാൻ തയ്യാറാണോ? റിയലി എനിക്ക് സംതൃപ്തിയാണ്, കോടീശ്വരനായിട്ടല്ല, ഞാൻ റിയലി സംതൃപ്തനാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാപം ചെയ്യാൻ വല്ലപാടും എൻ്റെ ദൈവമേ വലിയ അബദ്ധങ്ങളില്ലാതെ മുന്നോട്ട് പോകണേ, മരിക്കുന്നതിനൊരു നല്ല ഞാൻ ഒരു സ്വർഗരാജ്യം കിട്ടണേ എന്നൊരാഗ്രഹം, അത് മാത്രമുള്ളത്. പിന്നെ മറ്റൊരാഗ്രഹമുള്ളത് വൈഫിനൊരു ബുദ്ധിമുട്ടും വരരുത്. എനിക്ക് ബാക്കി മക്കളെ പറ്റി ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല, അവരെല്ലാം സേഫാണ്, അവർ ഓൾമോസ്റ്റ് സേഫാണ്. വൈഫിനൊരു വേർപാടിൽ നിന്നൊരു വേദന വരും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, എൻ്റെ വൈഫ് ആദ്യം മരിക്കുകയാണ് നല്ലതെന്ന് വരെ ഓർക്കാറുണ്ട്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, അത്രയ്ക്ക് സ്നേഹമാണ് വൈഫിനോട് എന്ന് വേണം വിചാരിക്കാൻ. ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കും, പക്ഷേ എങ്കിലും ആ ദുഃഖത്തെപ്പറ്റി എനിക്കൊരു പരിഹാരമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സഹിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈഫിന് സഹിക്കാനേ പറ്റിയല്ല. അത് ഞാൻ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത മാത്രം, ആത്മാർത്ഥമായിട്ട് എനിക്ക് വേറെ ഒരു ചിന്തയില്ല. ഞാൻ റിയലി ഇന്ന് എനിക്ക് നാളെ കടയിൽ വന്നില്ലെങ്കിലും ഇവരെല്ലാം ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നോട് കൂടി വർക്ക് ചെയ്ത ആരും എന്നോട് ശത്രുക്കളില്ല. ഒരാളും ജീവിതത്തിൽ ശത്രുക്കളേ ഇല്ല. ജീവിതത്തിൽ ശത്രുക്കളില്ല. ഒരു ദിവസം ആരെങ്കിലും ഒറ്റയാളും ഞാൻ കസ്റ്റമർ ഈസ് ദ കിങ് ഈ ബിസിനസ്, ഒരാൾക്കും താൻ എന്താ എനിക്ക് ചെയ്തു തന്നതെന്ന് എന്നോട് ജീവിതത്തിൽ ചോദിക്കേണ്ടി വന്നിട്ടില്ല. താൻ ഈ കണ്ണടയാണോ എനിക്ക് തന്നത് എന്നോട് ഇന്ന് വരെ താനെന്ന് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പരാതി ഇത് വന്നിട്ട് അത് ഒടിഞ്ഞു പോയല്ലോ, അത് വേറെ എടുത്തു. അവിടെ പിന്നെ വേറെ ചോദ്യം പറച്ചില്ല. ഇല്ല, അത് എപ്പോൾ എടുത്തുന്നോ, എങ്ങനെ എടുത്തുന്നോ, എന്തെടുത്തുന്നോ പറയല. അങ്ങനെ സത്യം പറഞ്ഞ കൊച്ചിനുങ്ങളെ ഓർക്കുന്നുണ്ട്. ഒരു കൊച്ച് കണ്ണാടി ഒടിച്ചു വന്നു. ഇവിടെ ചൂളയ്ക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്. ഇപ്പോൾ ആ കൊച്ചു പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. ആ കൊച്ചു പറഞ്ഞു, ഈ കണ്ണട എടുത്തപ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്നിട്ട് ഒടിഞ്ഞു പോയല്ലേ, ഞാൻ കണ്ണട വേറെ കൊടുത്തു, പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചനോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഒടിഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അതിന് പിന്നെ പൈസ വാങ്ങിച്ചില്ല. സൺഡേ സ്കൂൾ അധ്യാപക ഹെഡ്മാസ്റ്ററായിരുന്നു വർഷങ്ങളോളം. ആ കൊച്ചു സത്യം പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചു സത്യം പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ എടുത്തില്ല. അതിനുള്ള കഴിവോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ മനോഭാവത്തിൽ ഞാൻ ഇന്നും പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. എന്നോട് കൂടി ജോലി ചെയ്യുന്ന ഇപ്പോൾ ഉള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ റിട്ടയർ ചെയ്ത അജിത് ഇവിടെയുണ്ട്. ഇവിടെ 3-4 കൊല്ലം എന്നോട് വേണേ എൻ്റെ സത്യസന്ധമായ അങ്ങനെ ഒരു വളരെ ഈശ്വരവിശ്വാസിയല്ല ഞാൻ. അല്ല, ഇപ്പോഴും അവിടെ അകത്തോട്ട് പോയെന്ന് പറഞ്ഞു. ആ അജിത് എൻ്റെ വിശ്വാസം കണ്ടിട്ട് ക്രിസ്ത്യാനിറ്റി എന്നാന്ന് അയാൾക്ക് മനസ്സിലായി. പുള്ളി ഗുരുവായൂരപ്പൻ്റെ ഭക്തനായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നും പറയും കരുണാകരനെ രക്ഷിക്കുന്ന ഗുരുവായൂരപ്പനാണെന്ന് പറയും. അതോടുകൂടി പുള്ളി ഗുരുവായൂരപ്പൻ അത് ദിവസം ഒരു 10 പ്രാവശ്യം പുള്ളി കേട്ടിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. ഞാൻ പലരോടും പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളാ പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനിയാണ് പേരെന്ന് ചോദിക്കാൻ, നിങ്ങൾ അന്തോസിനാണ് പ്രാർത്ഥിക്കുക, സെൻറ്റ് ജോർജിനോട് പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും, നിങ്ങൾ ഏത് പ്രാർത്ഥിക്കാൻ പറയും. ഏതാ പൊക്കെ മനുഷ്യൻ ആദിക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ വന്നേക്കാം. വീണ്ടും എൽസിനെപ്പടി ജോലി കിട്ടിപ്പോയി റിട്ടയർ ഇവിടെ വന്നേക്കാം ഞങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് എല്ലാവരും നല്ല, അതെനിക്കൊരു സന്തോഷമാണ്. ഈ അജിതിൻ്റെ ഇന്നത്തെ തിരിച്ചുവരവ് ഞാൻ ഇന്നും അങ്ങനെ പറഞ്ഞ ആളാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു സ്റ്റാഫ്. ഈ കടയിൽ നിന്ന് പോകാൻ നേരത്ത് പുള്ളി പറഞ്ഞതാണ്, പല ഇവിടെയുള്ളവരെല്ലാം പിന്നെ ജോലി കിട്ടിയാൽ വരും. പോലീസ്, കോടതി, ഇന്ത്യൻ ഓഫീസ്, അങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടിയാൽ വരും. അല്ലാതെ ആരും പോയിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു. പക്ഷേ ഞങ്ങൾ ഇനിയും വരും, കാരണം ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എപ്പിസോഡായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരുപാട് പാഠങ്ങളാണ് ഇത് പലർക്കും ഭാര്യയോടുള്ള സ്നേഹവും ഒക്കെ പറഞ്ഞത് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് ഇന്നത്തെ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
അതൊന്നും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തായിരുന്നാലും ഇതൊരുപാട് പേർക്കൊരു വലിയ പാഠമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇന്ത്യൻ റെയിൽവേയെ ട്രെയിനിനെ പ്രണയിച്ച ഇതുപോലൊരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്തായാലും ഉള്ളട്ട വീണ്ടും കാണാം. ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു, ഭാഗ്യം നേരുന്നു. സുമേഷിന് എല്ലാവിധ ആശംസകളും കൊണ്ട് ഇത്തരം സമയം നമുക്കും ഭാഗ്യത്തിന് സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ പറ്റി. ഇനിയും ചെയ്യാം. തീർച്ചയായും സുമേഷിന്റെ ശ്രമവും ഇതിനെല്ലാം സഹായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് മാത്യു. അദ്ദേഹത്തിന്റെ ആ കാര്യം, അദ്ദേഹത്തിന്റെ ആ സ്നേഹം, ഇതൊന്നും ഒരു ചെറിയ സ്നേഹമല്ല. തീർച്ചയായും എൻ്റെ ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കുക, കേട്ടത് മറക്കുന്നവരെല്ലാവരും. അതാണ് ഏത് നല്ല കാര്യം മുഴുവൻ കേൾക്കും. ഇപ്പോൾ ഒരു കാര്യം, മന്ത്രി ജോർജ് കുര്യൻ സാറ് വൈക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പരശുരാം ഉദ്ഘാടനത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നല്ലതാണ്. എൻ്റെ കയ്യിൽ അത് മാത്രം മൊബൈലുണ്ട്. ഈ കാര്യത്തിന് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിയ പോൾ മാൻവട്ടം അത് പറഞ്ഞപ്പോഴേ MP, MLA മറ്റ് പ്രവർത്തിച്ചെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഈ പോൾ ഒരു തരത്തിലും പറഞ്ഞിരുന്നില്ല ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്, ആരോടും പറഞ്ഞിരുന്നില്ല. എൻ്റെ കൂടെ നിന്ന് ഇതിൻ്റെ പ്രവർത്തിച്ചെന്ന് വിചാരിച്ച് കോടതി വിട്ട് വന്നവരെല്ലാം സത്യത്തിൽ അന്തം വിട്ടു. പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. ഉടനെ അവർ ഓടി വന്നിട്ട്, അവർക്ക് എന്നെ സ്നേഹമാണ്, ഉടനെ ഓടി വന്നിട്ട് ഒരു ബൊക്കെയായിരിക്കും. ഞാനത് വാങ്ങിച്ചെനിക്കും അല്ല, ആ അനുഭവം എനിക്കുണ്ട്. അതൊരു വലിയ കാര്യം, സന്തോഷം കേട്ടോ. നന്നായിട്ട്, എല്ലാം നന്നായിട്ട്. ശരി.